നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഊരുമൂപ്പന്മാർ. വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചു. തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം തുടരുന്നു. വൈസ് ചെയർപേഴ്സണെതിരായ UDF അവിശ്വാസം UDF ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. കോതമംഗലം ബ്ലോക്കിലെ കീരമ്പാറ പഞ്ചായത്തിൽ 3 അംഗൻവാടികൾ സ്മാർട്ട് അംഗൻവാടികളാക്കി. സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. MSMEയുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. തൊടുപുഴ പേൾ റോയലിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം ഇടുക്കി DIC ജനറൽ മാനേജർ ലിസിയമ്മ സാമുവൽ നിർവഹിച്ചു. മാറുന്ന ഭക്ഷണശീലങ്ങൾക്കിടയിലും ആരോഗ്യകരമായ തനത് വിഭവങ്ങൾ ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ അഞ്ജലി ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഊരുമൂപ്പന്മാർ. വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചു. ലൈസൻസ് ഇല്ലാത്ത ഏജൻസി വിതരണം ചെയ്തത് നിരോധിച്ച ഭക്ഷ്യവസ്തുക്കളെന്നും ആരോപണം. അതേസമയം വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നു. തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനി, മൂലക്കാട്ട്, പൂച്ചപ്ര, കരിപ്പിലങ്ങാട് തുടങ്ങിയ ആദിവാസി ഊരുകളിലാണ് മഴക്കാല ഭക്ഷ്യസഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വികസന വകുപ്പ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്തത്. ഇവ ഗുണനിലവാരമില്ലാത്തതാണെന്നാണ് ആരോപണം. ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും വിതരണ ഏജൻസിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ആദിവാസി സംഘടനകൾ രംഗത്തെത്തി. തുടർന്ന് സംഘടനകൾ തൊടുപുഴ DYSPക്ക് പരാതിയും നൽകി. എന്നാൽ പരാതി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഊരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തൊടുപുഴ ITDP ഓഫീസിൽ തിരികെ എത്തിച്ചത്. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതി DYSPക്കാണ്, മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മാസത്തോളമായി കളക്ടറുടെ ഈ കള്ളാസി വന്നിരുന്നിട്ട് ഇതിൻ്റെ ഇപ്പം ഈ കുറ്റവാളി പറയുന്നത്, കുറ്റവാളി ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ പോലെ ഈ എണ്ണക്കാലത്താണ് അയാളെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ആ ആളിപ്പോൾ നേരെ സബ് കളക്ടറുടെ അടുത്ത് നേരിട്ട് ചെന്നിരിക്കുന്നു. അവിടെ വിധി പറയാൻ ചില ഹിയറിങ്ങിന് ചെന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് നിയമപരമായിട്ട് ശരിയാണോ? ഞങ്ങൾ ഇവിടെ അവരുടെ വർത്തമാനം കേട്ടാൽ മതിയോ എന്ന് ഞങ്ങൾക്ക് അറിവില്ലാത്ത ആളുകളായതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കക്ഷി പ്രതിയാണെന്ന് പറഞ്ഞ് കക്ഷി ഇത് സബ്സ്റ്റാൻഡേർഡ് എണ്ണ വിതരണം ചെയ്ത ഏജൻസി ഇപ്പം നേരിട്ട് ഈ സബ് കളക്ടറുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. എങ്ങനെ ഞങ്ങൾ ചെന്നു? ഞങ്ങൾ DYSPക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ഒന്നെങ്കിലും ഞങ്ങൾ പരാതിക്കാരനായി ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. ഇന്ന പോലെ നിങ്ങളുടെ കക്ഷി വന്നിട്ടുണ്ട്. അങ്ങനെയല്ലേ പോലീസ് സ്റ്റേഷൻ? അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെറിയ കാര്യം ഇതിലൊക്കെ ചെല്ലുമ്പോൾ പോലീസുകാരെ വിളിച്ച് ഞങ്ങളെ 2 വാദിയെയും പ്രതിയെയും വിളിച്ചിട്ട് ചെയ്യാവുന്ന കാര്യം ഇതാണോ എന്നുള്ളതിനെ പറ്റി ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങളെ വിളിക്കണം. പക്ഷേ ഇത് എങ്ങനെ നേരിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നു. 2018 ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേര സുഗന്ധി എന്ന വെളിച്ചെണ്ണയാണ് കിറ്റിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്തത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരം തുടരുമെന്നും സംഘടനാ നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി മംഗളം ബ്യൂറോ ചീഫ് വിനോദ് കണ്ണോളിയും സെക്രട്ടറിയായി ദീപിക ബ്യൂറോ ചീഫ് ജെയ്സ് വാട്ടപ്പള്ളിയും ട്രഷററായി ന്യൂസ് മലയാളം ബ്യൂറോ ചീഫ് ആൽവിൻ തോമസും ചുമതലയേറ്റു. മാധ്യമപ്രവർത്തകരുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ പറഞ്ഞു. തൊടുപുഴ ഇടുക്കി പ്രസ് ക്ലബ് പുതിയ ഭരണസമിതി ചുമതലയേറ്റു. പ്രസിഡന്റ് സോജൻ സ്വരാജ് അധ്യക്ഷത വഹിച്ചു. പ്രാഥമിക മേഖല നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധികളും അനുദിന മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അനുദിന മാറ്റങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ വെല്ലുവിളികളും വിമർശനങ്ങളും അക്രമങ്ങളും വരെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ കൂടുതൽ ശക്തമായി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറി വരുന്നൊരു
കാലഘട്ടത്തിൽ നമ്മുടെ ഇത്തരം കമ്മിറ്റികളിലൂടെ കൂടുതൽ ക്രിയാത്മകമായും വിമർശനപരമായും തിരുത്തലുകൾ തിരുത്തിയും മുന്നോട്ട് പോകുന്നതിന് ഇത്തരം സമ്മേളനങ്ങളും യോഗങ്ങളുമെല്ലാം നമുക്ക് കൂടുതൽ കരുത്താവട്ടെ. യോഗത്തിൽ സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിളിൽ 2022-24 വർഷത്തെ വാർഷിക റിപ്പോർട്ടും ട്രഷറർ വിൽസൺ കളരിക്കൽ കണക്കും അവതരിപ്പിച്ചു. യോഗത്തിൽ സംസ്ഥാന സമിതി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട വിൽസൺ കളരിക്കൽ, KA സൈഫുദ്ദീൻ എന്നിവരെയും റിട്ടേണിംഗ് ഓഫീസറായിരുന്ന MN സുരേഷ്, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ PT സുഭാഷ് എന്നിവരെ ആദരിച്ചു. മുൻ പ്രസിഡന്റ് അഷ്റഫ് വട്ടപ്പാറ അനുമോദന പ്രസംഗം നടത്തി. തുടർന്ന് 2024-26 വർഷത്തെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. പ്രസിഡന്റ് വിനോദ് കണ്ണൂളിൽ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചു. മാധ്യമപ്രവർത്തകരുടെ അഭിമാനം ഉയർത്തിക്കൊണ്ട് തന്നെ അത് നിലനിർത്തി തന്നെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു തരാൻ ആഗ്രഹിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ഒരു ക്ഷേമം വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം മാധ്യമപ്രവർത്തകരുടെ എല്ലാ കാലഘട്ടത്തിലും നമുക്കറിയാം ഒട്ടേറെ പ്രതിസന്ധികളാണ്. പല സ്ഥാപനങ്ങളിലും സാലറി ഒക്കെ മുടങ്ങുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ മാധ്യമപ്രവർത്തകരൊക്കെ ഒട്ടേറെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പ്രസ് ക്ലബിന് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഓരോ മാധ്യമപ്രവർത്തകനെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ആ ഒരു കരുതൽ നൽകിക്കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമ്മുടെ മെമ്പർ ആയിക്കോട്ടെ നോൺ മെമ്പർ ആയിക്കോട്ടെ അയാൾ കൃത്യമായി ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് ഈ ഭരണസമിതിയുടെ ആഗ്രഹം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഗത്തിൽ സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിളിൽ സ്വാഗതവും ട്രഷറർ ആൽവിൻ തോമസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം തുടരുന്നു. വൈസ് ചെയർപേഴ്സണെതിരായ UDF അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. 5 മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഹാജരായില്ല. BJPയും ഭരണകക്ഷിയായ LDFും വിട്ടുനിന്നു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണിക്കെതിരായ UDF നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രവൃത്തിയിലൊപ്പിട്ട 5 മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഹാജരായില്ല. BJPയും ഭരണകക്ഷിയായ LDFും വിട്ടുനിന്നു. 35 കൗൺസിലിൽ 6 കോൺഗ്രസ് അംഗങ്ങൾക്ക് പുറമെ കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, സ്വതന്ത്രൻ എന്നിങ്ങനെ 8 അംഗങ്ങൾ മാത്രമാണ് ഹാജരായത്. 18 അംഗങ്ങളാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടത്. പ്രമേയത്തിലൊപ്പിട്ട മുസ്ലിം ലീഗ് അംഗങ്ങൾ എത്തുമെന്നാണ് വിചാരിച്ചിരുന്നതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ K ദീപക് പറഞ്ഞു. വൈസ് ചെയർപേഴ്സൻ്റെ ഒരു നിലപാട്, വൈസ് ചെയർപേഴ്സൺ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ചാർജ് കൂടിയുള്ള ആൾ എന്ന നിലയ്ക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, എഞ്ചിനീയർ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാനോ അവിടെ നടക്കുന്ന അഴിമതികൾ തടയാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ തീർച്ചയായും ഒരു പരാജയമായിരുന്നു, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ അവർ രാജിവെച്ച് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വൈസ് ചെയർപേഴ്സൺ ആ സ്ഥാനത്ത് കടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വാസം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ദൗർഭാഗ്യകരമായി അവിശ്വാസത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഘടകകക്ഷി അതിൽ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ LDFിന് വോട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള UDFിലുള്ള ഭിന്നതയാണ് ഇപ്പോഴും തുടരുന്നത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ് അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യം ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ വ്യക്തമാക്കി. UDFിൽ ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തൊടുപുഴയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് UDFിലെ ഐക്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇനിയും ഈ നഗരസഭയെ മുന്നോട്ട് നയിക്കാൻ തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കഴിയും. ഈ കൗൺസിൽ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല പ്രതിപക്ഷമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അതിന് UDFിൻ്റെ നേതാക്കന്മാർ തന്നെ മുൻകൈ എടുത്ത് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, UDFിനെ മൊത്തത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇവിടെ ശക്തമായി ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ പോലും 8000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ വാർഡിലുണ്ട്, ഈ നഗരസഭയിലുണ്ട്. അപ്പോൾ ആ ഒരു ശക്തമായ അടിത്തറയാണ് പ്രതിപക്ഷത്തിനിവിടെ ഉള്ളത്, UDFിനിവിടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള ആ വിശ്വാസം പുനഃസ്ഥാപിച്ച് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഐക്യ ചർച്ചകൾ അടിയന്തരമായി പുനരാരംഭിച്ച് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഐക്യജനാധിപത്യ മുന്നണി കൂട്ടായി പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. അതാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി നിലപാടെടുക്കുമെന്ന പാർട്ടി ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂറിന്റെ പ്രഖ്യാപനവും നടപ്പായില്ല. കോൺഗ്രസ്, മുസ്ലിം ലീഗ് അനൈക്യം തുടർന്നാൽ വരും ദിവസങ്ങളിൽ UDFിൽ വലിയ പൊട്ടിത്തെറിക്കിടയാകുമെന്നാണ് സൂചന.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം ബ്ലോക്കിലെ കീരമ്പാറ പഞ്ചായത്തിൽ 3 അംഗൻവാടികൾ സ്മാർട്ട് അംഗൻവാടികളാക്കി. സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ ആദ്യമായി ആദ്യാക്ഷരം കുറിക്കാൻ കടന്നുവരുന്ന സ്ഥാപനം എന്ന നിലയിൽ അവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനും വളർച്ചയ്ക്കും ഏറെ പ്രയോജനപ്പെടുന്നുവെന്നതുകൊണ്ടാണ് സ്മാർട്ട് അംഗൻവാടി പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. കോതമംഗലം ബ്ലോക്കിലെ കീരമ്പാറ പഞ്ചായത്തിൽ 3 അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ 86-ാം നമ്പർ അംഗനവാടി, 6-ാം വാർഡിലെ 79-ാം നമ്പർ അംഗനവാടി, 9-ാം വാർഡിലെ 81-ാം നമ്പർ അംഗനവാടി എന്നിവയാണ് സ്മാർട്ട് അംഗനവാടികളായി മാറ്റിയത്. സ്മാർട്ട് അംഗനവാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. പ്രത്യേകിച്ച് അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഈ വിദ്യാലയത്തിലേക്കാണ് ആദ്യമായി കടന്നു വരുന്നത്. ആ കടന്നു വരുമ്പോൾ അവർ പഠിക്കുന്ന വിദ്യാലയം അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് അനുസൃതമായി രൂപീകരിക്കണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി തന്നെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. ഒട്ടേറെ പദ്ധതികൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോമി തെക്കേക്കര വളരെ വിശദമായി സംസാരിച്ചു, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇനിയും നിരവധി അംഗൻവാടികൾ ബാക്കിയുണ്ട്. വരുന്ന വർഷത്തോടുകൂടി ഈ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 206 അംഗൻവാടി കൂടി പൂർത്തീകരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് മുഴുവനായി സ്മാർട്ട് അംഗൻവാടികളുള്ള ബ്ലോക്ക് പഞ്ചായത്തായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മാറുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നിരവധി പദ്ധതികൾ നമ്മുടെ നാടുകാണിയിലടക്കം വനിതാക്ഷേമ കേന്ദ്രം അടക്കം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോ ഇവിടെ പാലമറ്റ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, മറ്റൊരു ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുമ്പോൾ ഈ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണയോടുകൂടി മാത്രമേ ഈ പദ്ധതികളൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ ആദ്യമായി ആദ്യാക്ഷരം കുറിക്കാൻ കടന്നുവരുന്ന സ്ഥാപനം എന്ന നിലയിൽ അവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനും വളർച്ചയ്ക്കും ഏറെ പ്രയോജനപ്പെടുന്നു എന്നതുകൊണ്ടാണ് സ്മാർട്ട് അംഗനവാടി പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. കീരമ്പാറയിൽ ഇതുവരെ 7 അംഗനവാടികൾ സ്മാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KK ദാനി, റാണിക്കുട്ടി ജോർജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി ഐ, ജെയിംസ് കോറബേൽ, അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ, ആനിസ് ഫ്രാൻസിസ്, TK കുഞ്ഞുമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി ബിജു, ജിജോ ആന്റണി, മഞ്ജു സാബു, ഗോപി മുട്ടത്ത്, VC ചാക്കോ, VK വർഗീസ്, ഷാൻഡി ജോസ്, ലിസി ജോസ്, ആശാമോൾ ജയപ്രകാശ്, നേതാക്കളായ രാജു എബ്രാഹാം, ആന്റണി ഓലിയപ്പുറം, ബിജു വെട്ടിക്കുഴ, ബിനി പള്ളിമാലി, VJ മത്തായി കുഞ്ഞ്, കരുണാകരൻ, റോസിലി തോമസ്, MM ജോൺ, ജോബ് മാണി, ജെയിംസ് പേക്കൽ, മത്തായി KV, എൽദോസ് വീണമാലിൽ, നിൽസൺ TP തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. MSMEയുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. തൊടുപുഴ പേളാൻ റോയിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം ഇടുക്കി DIC ജനറൽ മാനേജർ ലിസിയമ്മ സാമുവൽ നിർവഹിച്ചു. തൃശൂർ MSME DFO അസിസ്റ്റന്റ് ഡയറക്ടർ വിഘ്നേഷ് അഗർവാൾ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി KSSIA പ്രസിഡന്റ് ബേബി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഭാരത സർക്കാരിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക മന്ത്രാലയത്തിന് കീഴിലുള്ള ഡെവലപ്മെന്റ് കമ്മീഷണറുടെ ഫീൽഡ് ഓഫീസാണ് MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ്. കേരളത്തിലും ലക്ഷദ്വീപിലുമായി നിരവധി പദ്ധതികളാണ് MSMEയുടെ കീഴിൽ നടപ്പിലാക്കി വരുന്നത്. അതേക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് തൊടുപുഴ പേളാൻ റോയലിൽ അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം ഇടുക്കി DIC ജനറൽ മാനേജർ ലിസിയമ്മ സാമുവൽ നിർവഹിച്ചു. സർക്കാരിന്റെ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരിന്റെയോ ഏതെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പദ്ധതി എടുത്തിട്ട് നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ എന്നും സംരംഭകരോട് പറയുന്നൊരു വാക്കാണ്, നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ടാക്സുകളും നികുതികളും നമ്മൾ സബ്സിഡി ആയിക്കോട്ടെ എന്തായാലും ചെറുപ്പം തോന്നാം, അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് നമ്മുടെ റൈറ്റ് ആണ്, നമ്മുടെ അവകാശമാണ്. അപ്പൊ റെസ്പോൺസിബിലിറ്റി റൈറ്റും തമ്മിൽ ഒരുമിച്ച് പോകണം. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എപ്പോഴും നല്ല ഒന്ന് നിങ്ങൾ നികുതി അടയ്ക്കുക, 2 നമ്മളുടെ കമ്പനി ഏത് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൃത്യതയോടെ ചെയ്യുക എന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന സർക്കാരിൻ്റെതായ ശരി എവിടുന്ന് കിട്ടുന്ന ഒരു സഹായം
നമ്മുടെ കമ്പനിക്കായിക്കോട്ടെ നമ്മുടെ വ്യക്തിക്കായിക്കോട്ടെ സ്വീകരിക്കുന്നത് നമ്മളെ റൈറ്റ് ആണ്. അത് നമ്മളൊരു മോശമായി കണക്കാണ്. തൃശൂർ MSME DFO അസിസ്റ്റന്റ് ഡയറക്ടർ വി ഗിനേഷ് അഗർവാൾ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി KSSIA പ്രസിഡന്റ് ബേബി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ജോയിന്റ് ഡയറക്ടർ KM ഷാനവാസ് സംസാരിച്ചു. എക്സ്-സ്റ്റേറ്റ് സെക്രട്ടറിയും HEF ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ പത്മഭൂഷൺ S ആശംസ നേർന്നു. തൃശൂർ MSME DFO ഇൻസ്ട്രക്ടർ ജിത്തുറാം V സ്വാഗതവും UD CVR ഷിബുദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഇടുക്കി ജില്ലാതല തദ്ദേശ അദാലത്ത് ഈ മാസം 30-ന് ചെറുതോണിയിൽ നടക്കും. വിവിധ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അദാലത്ത് ചെറുതോണി ടൗൺ ഹാളിലാണ് നടത്തുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 4ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ജില്ലാ തലത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാ അദാലത്ത് ഈ മാസം 30-ന് ചെറുതോണി ടൗൺ ഹാളിൽ നടക്കുന്നു. 3ാം വാർഷികത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു തദ്ദേശ അദാലത്ത് ഈ മാസം 30-ാം തീയതി ചെറുതോണിയിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MV രാജേഷ് പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ജനങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ പരിഹരിക്കാതെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ട് പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന അടിസ്ഥാനപരമായ കാര്യമാണ് ഈ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും നിവേദനങ്ങളും, ബിൽഡിംഗ് പ്രോപ്പർട്ടി കംപ്ലയിന്റ്, ലൈസൻസ് സംബന്ധിച്ച പരാതികൾ തുടങ്ങിയ വിഷയങ്ങൾ അദാലത്തിൽ പരിഗണിക്കും. അദാലത്തിലേക്കുള്ള പരാതികൾ ഈ മാസം 25 വരെയും ഓൺലൈനിൽ നൽകാൻ കഴിയും. കൂടാതെ 30-ന് അദാലത്തിൽ നേരിട്ടുള്ള പരാതികൾ സ്വീകരിക്കും. വിവിധ വകുപ്പ് മന്ത്രിമാരും അദാലത്തിൽ പങ്കെടുക്കും. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, LSGD ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ മുഹമ്മദ് മുസ്തഫ, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ C എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. ചെറുതോണി സ്റ്റോണേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോർജ് മാത്യു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കിടത്തി ചികിത്സയ്ക്ക് ജില്ലയിൽ കൂടുതൽ ആയുർവേദ ആശുപത്രികൾ വേണമെന്ന് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലയിലെ ദേവികുളം, പീരുമേട് നിയമസഭാ മണ്ഡലങ്ങളിൽ കിടത്തി ചികിത്സയ്ക്ക് ആയുർവേദ ആശുപത്രികൾ നിലവിലില്ല. ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത ശമ്പള തുല്യത ഉറപ്പുവരുത്തുക, കരിയർ അഡ്വാൻസ്മെന്റ് നടപ്പിലാക്കുക, സ്ഥലം മാറ്റത്തിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളിലും പ്രമേയം പാസാക്കി ചെറുതോണി സ്റ്റോണേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KK ജീന അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. ജോലി ഇല്ലാതിരിക്കുന്നവർക്കും അത് കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് ജോലിയിലുള്ളവർക്കോ ഇല്ലെങ്കിൽ സ്റ്റുഡൻസിനോ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആകുമ്പോഴാണ് they do not understand the value of Ayurveda. If in its ഒരു കൈൻഡ് ഓഫ് ഡൈല്യൂട്ട് അല്ല ഞാൻ പറയുന്നത്, പക്ഷേ in any way, if it is made a little flexible for people to understand and implement it well, ഇതിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ റീച്ച് ആവും. എവ്രി വൺ, ഇപ്പോൾ എനിക്ക് തന്നെ ബാക്ക് പെയിൻ ഉണ്ട്, ഞാൻ ട്രീറ്റ്മെൻറ്റ് ആയുർവേദം എടുക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതിന് 2 മാസം ലീവ് എടുക്കുമെന്ന് പറയുന്നു. ഈ 2 മാസം ലീവ് എടുക്കാനെങ്ങനെ പറ്റും? സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ R കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ VJ സെബി സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി നീന ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച പാറേമാവ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR സുരേഷിനെയും മികച്ച പ്രവർത്തനത്തിന് 2024 പുരസ്കാര ജേതാവ് ഡോക്ടർ VK രഹിനിയെയും ചടങ്ങിൽ ആദരിച്ചു. ആശംസകൾ അറിയിച്ച് ഡോക്ടർമാരായ ജിനേഷ് J മേനോൻ, DPM ശ്രീദർശൻ, ഹരികുമാർ നമ്പൂതിരി, MS നൌഷാദ്, പ്രഹ്ലാദ്, അരുൺകുമാർ, KK കൃഷ്ണകുമാർ, ജിൽസൺ V ജോർജ്, ആനന്ദ്, ജിനേഷ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KK ജീന പ്രസിഡന്റായും, അഖിൽ C സുരേഷ്, VK രഹന എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, സൗമിനി സോമനാഥിനെ സെക്രട്ടറിയായും, രാഖി രാജ്, സുധീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, KP ആനന്ദിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
മാറുന്ന ഭക്ഷണശീലങ്ങൾക്കിടയിലും ആരോഗ്യകരമായ തനത് വിഭവങ്ങൾ ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ അഞ്ജലി ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മിസ്റ്റർ സുനി എം കുര്യൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ വർഗീസ് കണ്ണാടൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. 200-ൽ പരം വിഭവങ്ങൾ ഭക്ഷ്യമേളയുടെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കി. മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിൽ ഭക്ഷ്യമേള നടത്തി. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ അഞ്ജലി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഉച്ചഭക്ഷണം ഒരിക്കലും കഴിപ്പിക്കലും രക്ഷിതാക്കൾക്ക് എന്നും വെല്ലുവിളി നിറഞ്ഞ കാര്യമാണെന്ന് അഞ്ജലി ജോൺസൺ പറഞ്ഞു. നമ്മളും അതിൽ പങ്കാളികളാകുക എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യാസതയുണ്ട്. ഇനി നമുക്കറിയാം, ജങ്ക് ഫുഡിന്റെ കാലമാണിത്. വർദ്ധിച്ചു വരുന്ന ജങ്ക് ഫുഡിന്റെ ഉപയോഗം മൂലം ഒരുപാട് അസുഖങ്ങൾ ഈ സമൂഹത്തിൽ കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ. അത് നിങ്ങൾ കുട്ടികളാണെന്ന് അതിശയപ്പെടേണ്ട, കുട്ടികളിലും ഏറ്റവും കൂടുതൽ പ്രമേഹം കാണുന്നത് ഈ കേരളത്തിൽ തന്നെയാണ്. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ കഴിക്കുന്ന ആഹാരം അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് അതിനർത്ഥം. പിന്നെ മാത്രമല്ല, ഈ ജങ്ക് ഫുഡ് നമ്മൾ കഴിക്കുന്നതുകൊണ്ടുള്ള ദോഷവശങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ജങ്ക് ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ കഴിക്കുന്ന ഷവർമ്മയാവട്ടെ, ഷവായി ആവട്ടെ, KFC ആവട്ടെ, മറ്റ് ഐസ്ക്രീം ആവട്ടെ, ഇങ്ങനെ പുഡിങ്സ്, പേസ്ട്രീസ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ പെടും. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രത്യേകതര ഊർജ്ജമാണ് അല്ലേ? നമ്മൾ സ്വാദിഷ്ടമായ ഒരു ആഹാരം കഴിച്ചൊരു സംതൃപ്തി. പക്ഷെ അതിനൊരു മറുവശം കൂടെ ഉണ്ട്. ഒരു അപകടകാരിയാണത് അല്ലേ? നമ്മൾ കഴിക്കുന്ന ഈ ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പും അതുപോലെ തന്നെ ഊർജം കൂടുതലാണ്. അതുപോലെ പഞ്ചസാര, മധുരം. കഴിക്കുന്ന ഭക്ഷണം പരമാവധി പോഷകപ്രദമാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഹെഡ് മിസ്ട്രസ് സുനി എം കുര്യൻ അധ്യക്ഷ പ്രസംഗത്തിനിടെ വ്യക്തമാക്കി. പോഷകസമൃദ്ധമായ ഫുഡ് അനിവാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ജങ്ക് ഫുഡിന്റെ അതിപ്രസരം ഉള്ള ഈ കാലഘട്ടത്തിൽ പോഷകസമൃദ്ധമായ വിഭവങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂളിൽ ഇന്ന് ഇങ്ങനെ ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ വർഗീസ് കണ്ണാടൻ സൂചിപ്പിച്ചു. 200-ൽ പരം വിഭവങ്ങൾ ഭക്ഷ്യമേളയുടെ ഭാഗമായി കുട്ടികൾ ഒരുക്കി. ആരോഗ്യത്തിലൂടെ പഠനമാണ് ഫുഡ് ഫെസ്റ്റിലൂടെ സാധ്യമാക്കിയതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഹെൽത്ത് സയൻസ് ക്ലബ് കോർഡിനേറ്റർമാരായ ആനി ജോർജ്, ദീപ്തി ജോർജ്, അനു മേരി, ഉമൈബാൻ, OS, ജീന മേരി അഗസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥി പ്രതിനിധി ഹന്ന കെ നാസർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളും ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയും സംയുക്തമായി നാഷണൽ സ്പേസ് ദിനം ആചരിച്ചു. HF മിക്സിംഗ് ഗ്രൂപ്പിന്റെ സീനിയർ മാനേജറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ MN അജി മുഖ്യപ്രഭാഷണവും ക്ലാസും നയിച്ചു. ഹെഡ് മിസ്ട്രസ് ജയന്തി അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളും ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയും സംയുക്തമായി നാഷണൽ സ്പേസ് ദിനം ആചരിച്ചു. HF മിക്സിംഗ് ഗ്രൂപ്പിന്റെ സീനിയർ മാനേജറും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ MN അജി മുഖ്യപ്രഭാഷണവും ക്ലാസും നയിച്ചു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള ജീവിതത്തിൽ നമ്മളെ ഓരോരോ ആശയങ്ങൾ മാറ്റാം. മാനസിക പരിശീലനം വരെ ആവശ്യമുണ്ട്. മാനസിക പരിശീലനം ആവശ്യമുണ്ട്. ഇപ്പൊ സുനിതാ സ്കൂളിൽ 7 ദിവസത്തേക്കാണ്, 2 മാസം കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ ജീവിതത്തെ മാറ്റണം? എന്തെല്ലാം ചെയ്യണം? ഇതെല്ലാം ഓരോ ഘടകങ്ങളാണ്. ഇതെല്ലാം ഉപരിയായിട്ട് സയന്റിഫിക് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം മനസ്സിൽ. ഹെഡ് മിസ്ട്രസ് ജയന്തി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീ സന്തോഷ്, പ്രൊഫസർ PN തങ്കച്ചൻ, ശ്രീ KL ഈപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. പൈനാവ് കേന്ദ്രീയ വിദ്യാലയം, മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് എന്നിവിടങ്ങളിൽ ഡോക്ടർ MN അജി ക്ലാസുകൾ എടുക്കുമെന്ന് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ഇടുക്കി ചാപ്റ്റർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം താലൂക്കിലെ കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാടിന് സമീപം കരിയിലപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. വ്യാഴാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡായ കരിയിലപ്പാറയിൽ ഇന്ന് പുലർച്ചെ മണിക്കൂറുകളോളമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചത്. മുൻ പഞ്ചായത്ത് അംഗം സാബു വർഗീസിന്റെ 200ഓളം കുലച്ച ഏത്തവാഴകളും മറ്റ് കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് നശിപ്പിച്ചത്.
കോതമംഗലം താലൂക്കിലെ കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാടിന് സമീപം കരിയിലപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. വ്യാഴാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡായ കരിയിലപ്പാറയിൽ ഇന്ന് പുലർച്ചെ മണിക്കൂറുകളോളമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചത്. മുൻ പഞ്ചായത്ത് അംഗം സാബു വർഗീസിന്റെ 200ഓളം കുലച്ച ഏത്തവാഴകളും മറ്റു കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് നശിപ്പിച്ചത്. പുളിക്കേക്കുടി പോളിയുടെ പൈനാപ്പിളും റബ്ബറും ഫെൻസിംഗും കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചു. നിരവധി പേരുടെ കൃഷിയിടങ്ങളുടെ കയ്യാലകൾ തകർത്തിട്ടിരിക്കുകയാണ്. പുലർച്ചെ 2 മണിക്കെത്തിയ ആനകൾ വിവിധ വീടുകൾക്ക് സമീപം വരെ എത്തിയിരുന്നു. ആനകളെ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ച് നാട് കടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, മെമ്പർമാരായ ബേസിൽ, ജിജോ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ബ്ലൂമൻ ജർമ്മൻ അക്കാദമിയുടെ സഹകരണത്തോടെ ആരംഭിച്ച ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന്റെ ഉദ്ഘാടനം കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ, കോഴ്സ് ഡയറക്ടറും മുൻ മാനേജറുമായ ഡോക്ടർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാജൻ, വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു, ബ്ലൂമൻ ജർമ്മൻ അക്കാദമി പ്രതിനിധി മേഴ്സി ജോളി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഫോറിൻ ലാംഗ്വേജ് ഡിവിഷന്റെ കീഴിൽ ബ്ലൂമൻ ജർമ്മൻ അക്കാദമിയുടെ സഹകരണത്തോടെ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന് തുടക്കം കുറിച്ചു. ജർമ്മൻ പഠനം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോടെ പഠിക്കാൻ അവസരം ലഭിക്കുന്ന വിധത്തിലാണ് കോഴ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗവും അതിനുശേഷമുള്ള തൊഴിൽ രംഗവും ഏറ്റവും മികച്ചു നിൽക്കുന്ന ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ ജോലി സാധ്യതകളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോഴ്സിന്റെ ഉദ്ഘാടനം കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. German language course has been conducted here for long, but now we are entering into a partnership with Blumen German Language Academy, which will supply the faculty and the German language material and provide all facilities for their language studies. And this new partnership would mean opening up doors for a larger world of studies in Germany and jobs in Germany. കോഴ്സ് ഡയറക്ടറും മുൻ മാനേജറുമായ ഡോക്ടർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാജൻ, വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു, ബ്ലൂമൻ ജർമ്മൻ അക്കാദമി പ്രതിനിധികളായ ജോയി പി ചെറിയാൻ, മേഴ്സി ജോളി, കോഴ്സ് ഇൻസ്ട്രക്ടർ സുനു ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. കീമോ ചികിത്സയ്ക്ക് വിധേയയായ തെരുവുനായ്ക്ക് കീമോ എന്ന വിളിപ്പേരുമിട്ട് സംരക്ഷിക്കുകയാണ് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം. മുഖത്ത് ട്യൂമർ വന്ന് അവശനിലയിലായ തെരുവുനായ്ക്കാണ് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം രക്ഷകരായത്. സർജറി നടത്തി നായയുടെ ജീവൻ നിലനിർത്തുക മാത്രമല്ല, കീമോ ഉൾപ്പെടെ തുടർ ചികിത്സയും നൽകിക്കൊണ്ടാണ് മഞ്ജുവിന്റെയും കീർത്തിദാസിന്റെയും സഹജീവി സ്നേഹം. വാഗമൺ ടൂറിസം കേന്ദ്രത്തിൽ നിന്നാണ് അവശനിലയിലായ കീമോയെ കണ്ടെത്തിയത്. ദുരിതാവസ്ഥയെ തുടർന്ന് മറ്റു നായകളിൽ നിന്നും മാറിയിരുന്ന് നിലവിളിക്കുന്നതായിരുന്നു സാഹചര്യം. ഇതറിഞ്ഞെത്തിയാണ് മഞ്ജുവും കീർത്തിദാസും കീമോയ്ക്ക് രക്ഷകരായി മാറിയത്. നമുക്ക് ഇവിടെ കിട്ടിയത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നിന്നാണ് കിട്ടിയത്. അവിടുത്തെ സ്റ്റാഫുകൾ വിളിച്ച് പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെല്ലുകയും ഇവളെ റെസ്ക്യൂ ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തോളമായിട്ട് ഈ കുഞ്ഞ് ഇതുപോലെ വേദന അനുഭവിച്ച് മാറിയിരുന്ന് ഏകാന്തതയിൽ മാറിയിരുന്ന് ഭയങ്കരമായ രീതിയിൽ കരയുന്നത് കണ്ടിട്ടാണ് അവർ വിഷമം തോന്നിയിട്ടാണ് നമ്മളെ അറിയിച്ചത്. അപ്പം മറ്റു നായ്ക്കൾ പോയി അവളുടെ മൂക്കിൻ്റെ അവിടെ വന്ന് നക്കി കൊടുക്കുകയും അവർക്ക് അവരുടേതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്ന് കാണുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന ഗസ്റ്റുകളുടെ കഴിച്ചതിൻ്റെ ബാക്കി കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് അവളെ കാണാൻ സാധിച്ചത്. നമ്മളവളെ എടുക്കുകയും പിന്നെ അവിടുന്ന് നേരെ കൊണ്ടുവന്ന് നമ്മളിവിടെ നമ്മൾ ഒരു പ്രൈവറ്റ് വെറ്റിനറി ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഇടുക്കിയിലെ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു വളരെ കൂടുതലാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് കീമോ ചെയ്തെങ്കിൽ സർജറി ചെയ്ത് ബാക്കിയുള്ള കീമോകളും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലാണ് ഇവളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ സർജറി ചെയ്യേണ്ടത് ഓപ്പൺ സർജറി ആയിരുന്നു. അവൾക്കുള്ള ക്യാൻസർ എന്ന് പറയുന്നത് അവളുടെ മൂക്കിൻ്റെ നടുക്കത്തുള്ള എല്ലിലാണ്, ബോണിലാണ് അവൾക്ക് ക്യാൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ ബോൺ ക്യാൻസറാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അത് മറ്റു ഭാഗങ്ങളിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കീമോയിൽ കണ്ടിന്യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ചിലവ് വരുമെങ്കിലും മികച്ച ചികിത്സ നൽകാൻ മഞ്ജുവും കീർത്തിദാസും തീരുമാനിച്ചു. സ്വകാര്യ ക്ലിനിക് നടത്തുന്ന ഡോക്ടർ സർജറി ഉൾപ്പെടെ നടത്തിയതിനൊപ്പം സൗജന്യ ചികിത്സ നൽകാനും തയ്യാറായി.
ഇതേ ഡോക്ടറാണ് പേരുമിട്ടത്. ഇന്നിപ്പോൾ കീമോ ആരോഗ്യവതിയാണ്. നിലവിൽ കീമോ ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്. എങ്കിലും തുടർ ചികിത്സ വേണ്ടിവരും. തന്നെ രക്ഷിച്ചവരുൾപ്പെടെ എല്ലാവരോടും കീമോയ്ക്ക് സ്നേഹം മാത്രമേയുള്ളൂ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഊരുമൂപ്പന്മാർ. വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചു. തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം തുടരുന്നു. വൈസ് ചെയർപേഴ്സണെതിരായ UDF അവിശ്വാസം UDF ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. കോതമംഗലം ബ്ലോക്കിലെ കീരമ്പാറ പഞ്ചായത്തിൽ 3 അംഗൻവാടികൾ സ്മാർട്ട് അംഗൻവാടികളാക്കി. സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. MSMEയുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. തൊടുപുഴ പേൾ റോയലിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം ഇടുക്കി DIC ജനറൽ മാനേജർ ലിസിയമ്മ സാമുവൽ നിർവഹിച്ചു. മാറുന്ന ഭക്ഷണശീലങ്ങൾക്കിടയിലും ആരോഗ്യകരമായ തനത് വിഭവങ്ങൾ ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ അഞ്ജലി ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.